ഹലോ ഗഡികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറെ ദിവസമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് മറ്റൊന്നല്ല, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ്. ലോകത്തിൽ ഒരുപാട് ആൾക്കാരെ ബാധിച്ചൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് സംസാരിക്കാൻ വന്നത്. ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക യുദ്ധത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ വന്നത്. യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ യുദ്ധം? ഇതിൽ ഇസ്രായേൽ പറയുന്ന ഒരു കാരണമുണ്ട്. ഇറാൻ അണുവായുധം കയ്യിൽ വെക്കുന്നുണ്ട്, അണുവായുധം ഇറാന്റെ കയ്യിലുണ്ട് എന്നുള്ള ഒരു കാരണമാണ് ഇസ്രായേൽ പറയുന്നത്. അമേരിക്ക പറയുന്നതും അത് തന്നെ. അതുപോലെ തന്നെ അവിടെ കമ്പനിയുടെ ഭരണം ശരിയല്ല, അവിടുത്തെ ഭരണമാറ്റം ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇവർ രണ്ടുപേരും പറഞ്ഞ് യുദ്ധം ആരംഭിച്ചത്. ഒടുവിൽ എന്ത് സംഭവിച്ചു? ഒടുവിൽ അമേരിക്ക മുട്ടുമടക്കി, നിരുപാധികം കീഴടങ്ങി. അമേരിക്ക ഇറാൻ കീഴടക്കി. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇതിനു മുമ്പ് ഞാൻ ഇസ്രായേലും ഇറാനും തമ്മിലൊരു യുദ്ധത്തിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നു. അന്നും ഇസ്രായേലാണ് മുട്ടുമടക്കിയത്. അന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇറാനെ പോയിട്ട് ഇസ്രായേൽ ആക്രമിക്കുകയാണ്. തിരിച്ച് ഇറാന്റെ ഭാഗത്തുനിന്ന് നല്ല ആക്രമണം പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉണ്ടായിരുന്നു. അതോടുകൂടി ഇസ്രായേൽ ആകെ തകർന്നു പോയി. അന്ന് ഇസ്രായേലിന്റെ കയ്യിൽ അയൺ ഡോം മിസൈലുകൾ വളരെ കുറവായിരുന്നു എന്നുള്ളതായിരുന്നു മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് വീണ്ടും സമയമെടുത്ത് വീണ്ടും തയ്യാറെടുത്തിട്ടാണ് വീണ്ടും ഇറാനെ ആക്രമിക്കാൻ അമേരിക്കനെ കൂടി ചാടിച്ചിട്ടാണ്. അതായത് ഇറാന്റെ കയ്യിലുള്ള ആയുധ ശേഖരണം, മിസൈൽ ശേഖരണങ്ങൾ 800 അടിയോളം താഴ്ചയിലുള്ള ഭൂഗർഭ അറകളിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതിനെ തകർക്കാൻ പറ്റിയ ബോംബൊന്നും ഇസ്രായേലിന്റെ കയ്യിലില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യം അമേരിക്കനെ കൂടി കൂട്ടുപിടിച്ചിട്ടാണ് ഇസ്രായേൽ ഇറങ്ങിയത്. ശരിക്കും അമേരിക്കൻ അതിലുകൊണ്ട് ചാടിക്കുകയാണ് ചെയ്തത്. എന്നിട്ടാണ് യുദ്ധം തുടങ്ങിയത്. അപ്പൊ ഇവര് പറഞ്ഞ കാരണങ്ങൾ വെച്ചിട്ട് യുദ്ധം ചെയ്തിട്ട് ആദ്യം ചെയ്തത് എന്താണ്? 245 പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്കാണ് ആദ്യ ബോംബ് പതിച്ചത്. അപ്പൊ ഇവർ പറഞ്ഞ ആദ്യ വാദം അവിടെ അവസാനിച്ചു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം? ഇസ്രായേലിന് ലക്ഷ്യങ്ങളുണ്ട്. ഇസ്രായേലിന്റെ ലക്ഷ്യം, ഇസ്രായേലിന്റെ മാപ്പിൽ അവർ പറയാതെ അപ്രഖ്യാപിത അവരുടെ നയങ്ങളുണ്ട്. അതായത് ലബനൻ, സിറിയ, ഈജിപ്ത്, പലസ്തീൻ, ഇറാൻ അടങ്ങുന്ന ഒരു ഭൂപടം അവരുടെ ഇതിലുണ്ട്. അത് അവരുടെ അധീനതയിൽ വരുത്താനാണ് ഇസ്രായേലിന്റെ താല്പര്യം. ഇസ്രായേലിന് മറ്റൊരു പേടി കൂടിയുണ്ട്. അതാണ് മെയിൻ ആയിട്ട്. കാരണം ഇറാൻ ഒരു ക്ലോക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. ആ സ്ഥാപിച്ച ക്ലോക്കില് അതില് കൗണ്ട് ഡൗൺ ആണ്. ആ ക്ലോക്കില് ഇത്ര വർഷത്തിനുള്ളിൽ ഇസ്രായേലിനെ ചാരമാക്കി കളയുന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു പേടി ഇസ്രായേലിനുണ്ട്. ഇനി അമേരിക്കയുടെ ലക്ഷ്യം എന്താന്ന് വെച്ചാല് സമ്പത്താണ്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ എണ്ണയാണ്. കാരണം വെനിസ്വേലയിൽ എന്താണ് സംഭവിച്ചത്? വെനിസ്വേലയിലെ അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യനെയും അമേരിക്കൻ പോലീസുകാർക്ക് അവിടുന്ന് തൂക്കിക്കൊണ്ടുപോയിട്ട് ഇപ്പൊ അമേരിക്കൻ ജയിലിലാണ്. എന്താണ് ആരോപണങ്ങൾ, ഓരോ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട്. അപ്പൊ ഏറ്റവും അധികം എണ്ണ ഉള്ളത് വെനിസ്വേലയിലാണ്. അപ്പൊ വെനിസ്വേല കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം എണ്ണ ഉള്ളത് ഇറാനിലാണ്. അപ്പൊ ഇറാനിലെ എണ്ണപ്പാടങ്ങൾ ആക്രമിച്ചപ്പോഴാണ് അമേരിക്ക പറഞ്ഞത് എണ്ണപ്പാടങ്ങൾ തുടരുന്നത്. കാരണം അമേരിക്കയുടെ ലക്ഷ്യം എണ്ണയാണ്, അതും തുടരുത്. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇറാന്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അടിയാണ്. ഇറാൻ ആദ്യം അടിച്ചത് എവിടെയാണ്? ഇറാൻ ഒറ്റ രാജ്യം, ഏറ്റവും വലിയ രണ്ട് രാജ്യം ഇറാനെ ആക്രമിക്കുമ്പോൾ ഇറാൻ എന്താണ് ചെയ്തത്? ഇറാൻ ഒരൊറ്റ ടൈമില് 5-6 രാജ്യങ്ങളെ ഞാൻ ഇടയ്ക്ക് തമാശയിൽ കൂടെ പറയാണ്ട്, വെട്ടം സിനിമയിൽ ജഗതിയുടെ അതിൽ തോക്ക് കിട്ടിയപ്പോ ജഗതിരി കിടന്ന് കറങ്ങുന്നുണ്ട്. ആ ഒരു കാണിക്കലാണ് ഇറാൻ കാണിച്ചത്. പക്ഷെ അതൊരു മാസം കാണിക്കില്ല. കാരണം വെച്ചാൽ എല്ലാ ഗൾഫിലും പോയി അടിച്ചു. അതായത് ഇസ്രായേലിലേക്ക് അടിക്കുന്നു. എന്താണ്? ഒരു രക്ഷയില്ല. അതായത് പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. ഹോർമസ് കടലിലേക്ക് അടച്ചു. അവിടെ തന്നെ മൊത്തത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും അമേരിക്കയിലേക്കൊക്കെ ബാധിച്ചു. അവിടെയാണ് ട്രംപ് മുട്ടുമടക്കിയത്. ഇത് മുന്നോട്ട് പോകില്ല എന്നുള്ള കാര്യം. ഇറാന്റെ കയ്യിൽ ഇനി എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഒരാൾക്കും അറിയില്ല. കാരണം എന്താന്ന് വെച്ചാല് ഇന്ത്യൻ ഹോർമസ് കടലിടുക്കിൽ വന്നിട്ട് ഒരു അടി അടിച്ചിട്ടുണ്ട്. അപ്പൊ അതുവരെ ഇറാന്റെ കയ്യിൽ 2000 കിലോമീറ്റർ പരിധി വരെയുള്ള മിസൈലാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ബ്രിട്ടനിൽ പോയിട്ട് ഈ സംഭവം അടിച്ച് ബ്രിട്ടന് സ്ഥലം കൊടുത്തു അമേരിക്ക. അപ്പോഴാണ് അതിന് അവിടേക്ക് ഒരു സാധനം വിട്ടത്, വേണ്ട എന്നുള്ളത്. ബ്രിട്ടനുള്ള ഒരു വാർണിംഗ് ആണ്. ആരൊക്കെ അമേരിക്കനെ ഇസ്രായേലിനെ സഹായിക്കാൻ നിൽക്കുന്നു അവരല്ല. അങ്ങനെ ലാസ്റ്റ് മുട്ടുമടക്കേണ്ട ഗതി വന്നപ്പോൾ ട്രംപും നെതന്യാഹുവൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്ത്? മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളോട് യുദ്ധത്തിൽ അണിചേരാനാണ് പറഞ്ഞത്. അവർക്കൊക്കെ മനസ്സിലായി ഇത് പണി പാളുന്നുള്ളത്. ഇനി ഒരൊറ്റ കാര്യം കൂടെ, ഗൾഫിലുള്ള പ്രവാസികൾ ഒരുപാടുണ്ട്. അവർക്കൊക്കെ ഒരു ഇറാനോട് ഒരു ദേഷ്യമുണ്ട്. എന്തിനാണ് ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കുന്നു? അമേരിക്കൻ ബേസ് കാരണം അമേരിക്കക്ക് നേരിട്ട് അടിക്കാൻ ഇറാന്റെ ഒരു സാധനം ഉണ്ട് കേട്ടാ.
ഇനി എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇല്ല എന്നുള്ളത് കൊണ്ട് അമേരിക്കൻ ബേസിനെയാണ് അവർ ആദ്യം ആക്രമിച്ചത്. കാരണം പണ്ട് മുതൽ ഇറാന് അത് താല്പര്യം ഉണ്ടായിരുന്നില്ല അമേരിക്കൻ ബേസിന് സ്ഥലം കൊടുത്തത്. അപ്പൊ അമേരിക്കൻ ബേസിന് സ്ഥലം കൊടുത്ത് അമേരിക്കക്ക് അങ്ങോട്ട് കാശ് കൊടുത്തിട്ടാണ്. പക്ഷെ ഇതൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് ഗൾഫ് രാജ്യങ്ങൾക്ക് മനസ്സിലായി. ഇനി ഒറ്റ കാര്യം പറയാം, ഇപ്പൊ കുവൈറ്റ് അനുവദിച്ചു, സൗദി അനുവദിച്ചു, ഒമാൻ അനുവദിച്ചു എന്ന് വിചാരിക്കുക അമേരിക്കൻ ബേസ്. ഈ കുവൈറ്റ് അതിന് സ്ഥലവും സൗകര്യവും കൊടുത്തില്ല എന്നുണ്ടെങ്കിലും അമേരിക്ക അല്ല രാജ്യം, ഏതെങ്കിലും രീതിയിലൊക്കെ കുവൈറ്റിനെ അവർ ആക്രമിക്കും. കാരണം അവർക്ക് അവരുടെ ബേസ് അവിടെ സ്ഥാപിക്കണം, അതിൽ നിന്നും വരുമാനം വേണം. അതായത് ഈ പോകുന്ന എണ്ണയൊക്കെ ഡോളർ രൂപേണാണ് ഇറാന് അല്ല ഗൾഫ് രാജ്യങ്ങൾക്ക് പൈസ ലഭിക്കുന്നത്. ആ പൈസ മൊത്തം പോകുന്ന അമേരിക്കയുടെ കയ്യിലേക്കാണ്. അതിന് അമേരിക്കൻ ബേസ് അവിടെ ഈ പറഞ്ഞ മാതിരി റോക്കറ്റും മിസൈലും സംഗതികളൊക്കെ കൊണ്ട് അവിടെ എടുക്കുകയാണ്. പക്ഷെ ഇതൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് ഇറാന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഗൾഫ് രാജ്യങ്ങൾ കൂടി ഇതോടുകൂടി ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ 5 ദിവസത്തെ വെടിനിർത്തൽ കരാറാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ട്രംപ് ചർച്ച നടത്തി. ഇപ്പൊ ഇറാനാണോ ചർച്ച വേണമെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നത്? അന്നും ഇസ്രായേലായിട്ടുള്ള യുദ്ധത്തിന്റെ സമയത്ത് ഇറാനല്ല ചർച്ച വേണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇറാൻ പറയും നിങ്ങൾ തുടങ്ങിക്കോ നമ്മളെ, അതാണ് പറഞ്ഞത്. ഇറാൻ എന്ത് ചെയ്യും? അതുവരെ 2000 കിലോമീറ്റർ പരിധിയുള്ള മിസൈൽ ഉണ്ടെന്ന് പറഞ്ഞ ഇറാനാണ് 4000 കിലോമീറ്റർ ദൂരത്തേക്ക് മിസൈൽ അയക്കുന്നത്. അപ്പൊ ഇറാന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്ന് ആർക്കും അറിയില്ല. അതാണ് പ്രത്യേകത. ഇനി ഒരു കാര്യം പറയാം, ഇറാൻ പറയുന്നു ഞങ്ങൾ ഇനി ഗൾഫ് രാജ്യങ്ങളെ അടിക്കുന്നില്ല എന്ന് പറയുന്നു. പിറ്റേ ദിവസം ഇറാൻ അത് നല്ല വെടുപ്പായിട്ട് തുടർന്നു. കാരണം ഇറാൻ എന്ത് പറയുന്നു എന്ത് പ്രവർത്തിക്കുന്നു എന്ന് ആർക്കും പറയാൻ പറ്റൂല. അപ്പൊ അവസാനം ട്രംപും നെതന്യാഹുവും മുട്ടും മടക്കിയിരിക്കുന്നു ഈ യുദ്ധത്തിൽ എന്ന് തന്നെയാണ് പറയാനുള്ളത്. കീഴടങ്ങിയിരിക്കുന്നു. ഇനി ഒരു പക്ഷെ അവരൊന്നും കൂടെ കരുതലോടുകൂടി വരാൻ സാധ്യത ഉണ്ട്. അതിനെക്കാട്ടും വലിയ കരുതലായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഇറാൻ എടുക്കുക. ഇന്ത്യയുടെ നിലപാട് നിഷ്പക്ഷമായിരുന്നു. ഒന്ന് ഓർക്കുമ്പോൾ ഇന്ത്യ മുൻ ഭരണാധികാരി മറ്റുള്ളവരൊക്കെ കൂടുതലും അടുത്തത് ഇറാനായിട്ടാണെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം കൂടുതൽ അടുത്തുള്ള ഇസ്രായേൽ ആയിട്ടായിരുന്നു. പക്ഷെ ഇന്ത്യ അക്കാര്യത്തിൽ ഒരു നിഷ്പക്ഷ നിലപാടാണ് എടുത്തത്. ഒരു പരോക്ഷമായിട്ടുള്ള ഒരു സപ്പോർട്ട് ആർക്കും കൊടുക്കാഞ്ഞ വളരെ നന്നായി. അപ്പൊ ഇന്ത്യയുടെ ഇതിനു മുമ്പത്തെ പ്രധാനമന്ത്രിമാര് എടുത്തു വന്ന ഒരു നിലപാടുകളുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു നിലപാടുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പേരിലാണ്, അതായത് ഇറാനോട് വളരെ അടുത്ത് നിൽക്കുന്ന നല്ല സൗഹൃദമുള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. അപ്പൊ അതിൻ്റെയൊക്കെ പേരിലാണ് ഇന്ത്യക്ക് ഒരു തടസ്സവും ഇറാൻ ഒരു കാര്യത്തിലും സൃഷ്ടിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ ആശ്വാസമാണ് പല കാര്യത്തിലും. അപ്പൊ യുദ്ധം എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തിയത്? നമ്മളുടെ അടുക്കള വരെ എത്തി. അതല്ല, ഇതേ പെട്രോൾ കിട്ടാനില്ല, ഗ്യാസിന് വില കൂടി, ഗ്യാസിന് LPG മറ്റേ നമ്മളെ പാചകവാത ഗ്യാസ് നമ്മളെ വീട്ടാവശ്യത്തിനുള്ളത് ഇനി 10 കിലോ ആക്കാൻ പോകുന്നതാണ് ന്യൂസ് കേൾക്കുന്നത്. അപ്പൊ നമ്മളെ പല രീതിയിലും ബാധിക്കുന്നുണ്ട്. ഇത് കമന്റ് ഇടുന്ന ആൾക്കാരും ഈ ഫേസ്ബുക്കിൽ വന്നിട്ട് എഴുതുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പൊ സംഗതികൾ കുറെ മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താണ് സംഭവം എന്നുള്ളത്. ഇനി ഇസ്രായേലിൽ നിന്ന് കുറെ മണ്ടന്മാര് വീഡിയോ ഇടുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ സുരക്ഷ ഇവിടെ ഒന്നും വീണിട്ടില്ല എന്നൊക്കെ പറയുന്നത്. അവിടെ വീണിട്ടുണ്ട്, നല്ല നാശനഷ്ടങ്ങളും വന്നിട്ടുണ്ട്. ഇസ്രായേലിലുള്ള മണ്ടന്മാരെ നിങ്ങൾ മണ്ടന്മാരാണെങ്കിൽ ഇവിടെ ഉള്ളവർ മണ്ടന്മാരല്ല. കാരണം നിങ്ങൾ അവിടെ ജീവിക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നല്ല കാര്യങ്ങളല്ലാത്ത ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് പുറത്തുവിടാൻ പറ്റില്ല. പിന്നെ ഒരു മലയാളി ഇസ്രായേലിൽ മരണപ്പെട്ടിട്ടുണ്ട്. അതിന്റെ എന്തോ ഭക്ഷണ സാധനങ്ങൾ പുറത്തു വാങ്ങാൻ പോയതായിരുന്നു. ഇതുവരെ അതിന്റെ കാരണങ്ങൾ നമ്മൾക്ക് പുറത്തു വന്നിട്ടില്ല. മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഉടനടി എംബസിനെ വിളിക്കും, നമുക്ക് എംബസി പ്രശ്നം ഉണ്ടാവും, പെട്ടെന്ന് കാര്യങ്ങൾ അറിയും. ഇതിപ്പോ അവിടെ നമുക്ക് ഇതുവരെ ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. ഇതാണ് അവസ്ഥ. ഒരു മരണപ്പെട്ടിട്ട് ആ മരണകാരണം പോലും നമ്മൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മളുടെ വിഷയം. അപ്പൊ യുദ്ധങ്ങളെ അവസാനിക്കട്ടെ, സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ വരെ വീണ്ടും കാണാം. അതുവരയ്ക്ക് നിങ്ങളുടെ സ്വന്തം കാക്കു. ബായ്.